ഓം ഗം ഗണപതയേ നമഃ. ഗണാധിനാഥം ഭുവനത്രയാണാം കല്യാണകർത്താരമനന്തകീർത്തിം ഉപാസ്മഹേ വിഘ്നനിവാരണായ സ്കന്ദാഗ്രജം സർവജയസ്യ ഹേതും. ഓം സംസരസ്വത്യേ നമഃ. ശാന്താം ശാരദനീരദേന്ദു വിമലാം ആലേഖനീ പുസ്തകവ്യാസംഗോദ്യത ബാഹുമൂർജിതവചോ വിജ്ഞാനബോധാത്മികാം ശുഭ്രാകൽപവിഭൂഷിതാം ത്രിനയനാം ഭാസ്വജ്ജടാശേഖരാം സംബോധായ സരസ്വതീ ഭഗവതീം വന്ദേ മനോജ്ഞാകൃതിം. ഓം ഗും ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീവാസുദേവ ധരണീധര ചക്രവാണേ വാരാഹസിംഹ രഘുനന്ദന പത്മനാഭ ശ്രീകൃഷ്ണ രാമ മധുസൂദന ദേവദേവ ദേവേശ കേശവ സുരേശ ഹരേ നമസ്തേ. ഭഗവത്ഗീതയിലെ 3 സുപ്രധാന ശ്ലോകങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഗീതാഗീതകം തുടങ്ങുന്നത്. ഒന്നാമത്തേത് കർമ്മണ്യേവാധികാരസ്ഥെ, രണ്ടാമത്തേത് യഥാ യഥാ ഹി ധർമ്മസ്യ, മൂന്നാമത്തേത് സർവധർമാൻ പരിത്യജ്യ. രഥാമണി ചേച്ചി അത് ഗീത മൂലം വായിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയ പരിഭാഷ മലയാളത്തിലുള്ളത് വായിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വകർമ്മണി. മനുഷ്യൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തേത്. കർമ്മം ചെയ്യണം സോത്സാഹം നൈപുണ്യമോടെയും, കർമ്മഫലത്തിൽ നിനക്കില്ല അവകാശമറിഞ്ഞാലും, സത്ഫലം നിൻ മിടുക്കുകൊണ്ടെന്ന് കരുതരുതൊരിക്കലും, നിഷ്ഫലമെന്നു തേറി കർമ്മം ഉപേക്ഷിക്കയും വേണ്ട. കർമ്മത്തിൻ ഗതികൾ നമുക്ക് നിയന്ത്രിക്കാമെന്നാൽ അനന്തമാം ഘടകങ്ങൾ, കാലം, സമൂഹം, ഭഗവത് കൃപ, ചുറ്റുപാടുകളെല്ലാം കർമ്മഫലങ്ങൾക്കു ഹേതുവാകുന്നു. ഫലസംഗം മനസ്സിനെ സന്തോഷ സന്താപചക്രത്തിൽ ബന്ധിക്കുന്നു. കർമ്മജാഗ്രതയെ അത് ശിഥിലമാക്കുന്നു. കർമ്മനിഷ്ഫലതയോർത്ത് നിഷ്ക്രിയനാവരുതൊരിക്കലും, ചെയ്യണം നിയത കർമ്മങ്ങൾ ദൈവാർപ്പിത യജ്ഞങ്ങളായി. കർമ്മം യജ്ഞമാവുമ്പോൾ ഇല്ല വിജയവും തോൽവിയും. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. മനുഷ്യകർമ്മത്തിൽ ഈശ്വരൻ എങ്ങനെയാണ് ഇടപെടുന്നത്? അർജുന ഭരതവംശജ, കേട്ടാലും എപ്പോഴൊക്കെ ധർമ്മത്തിന് അപജയമുണ്ടാകുന്നുവോ, അധർമ്മത്തിന് ശക്തിയേറുകയും ചെയ്യുന്നുവോ, അപ്പോഴൊക്കെയും ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ ഞാൻ അവതരിക്കും നിശ്ചയം. യുക്തി, ന്യായം, ഭക്തി, സത്യധർമ്മങ്ങൾ ഇവയെല്ലാം ക്ഷയിച്ച് അധർമ്മം, അനീതി, ക്രൂരത, ധാർഷ്ട്യം എന്നിവകളേറെ പ്രബലമാവുമ്പോൾ ഞാൻ സ്വയം അവതരിച്ചിടും ലോകത്തെ സംരക്ഷിക്കുവാൻ, ധർമ്മത്തെ കൈപിടിച്ചുയർത്തുവാൻ. നിന്നുള്ളിൽ ധർമ്മവിരുദ്ധമാം ചിന്തകൾ ഉയരുമ്പോഴൊക്കെ
വീണ്ടു വിചാരമുണർത്തുന്നതും ഞാനെന്നറിയുക അർജുന. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. മനുഷ്യന് ഈശ്വരൻ തന്നിട്ടുള്ള ഉറപ്പെന്താണ്? എല്ലാവിധ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ടു നീ എന്നെ മാത്രം ശരണം പ്രാപിക്കുമെങ്കിൽ എല്ലാ പാപഫലങ്ങളിൽ നിന്നും നിന്നെ ഞാൻ മോചിപ്പിക്കും. അതിനാൽ ഇനി ദുഃഖം വേണ്ട, ഭയവും. കാര്യസിദ്ധികൾക്കായിക്കൊണ്ട് നീ ചെയ്യും കർത്തവ്യധർമ്മം, യജ്ഞം, വ്രതം, ധർമ്മങ്ങൾ, ജ്ഞാനം, യോഗം, ഉപാസനകൾ ഇവയെല്ലാറ്റിലും ഞാൻ ചെയ്യുന്നുവെന്ന ഭാവം ഉപേക്ഷിച്ച ശേഷം സർവാത്മനാ എല്ലാം എന്നെ സമർപ്പിച്ചാലും ആലംബമായുള്ളൊരേകാശ്രയം ഞാനെന്നു നനയ്ക്കുന്നാകിൽ നിനക്കായി നൽകാം ഞാൻ ദുഃഖനിവൃത്തിയും ഭയത്തിൽ നിന്നുള്ള മോക്ഷവും. ഈ 3 ശ്ലോകങ്ങൾ കർമ്മത്തിന്റെ ശുദ്ധീകരണം, അതിനു പിന്നിലത്തെ ദിവ്യമായ സങ്കല്പം, ഒടുവിൽ ദൈവാശ്രയത്തിലുള്ള ആത്മസമർപ്പണം എന്നിവയാണ്. എനിക്ക് ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ധ്യാനിക്കുന്നു ഞാൻ 18 അധ്യായങ്ങളിൽ നിറഞ്ഞു വിലസുമമ്മേ ഭഗവദ്ഗീതേ. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനായി ഉപദേശിച്ചതാം അമൃതമൊഴിയേ ഭവനാശിനി അദ്വൈതാമൃതം പൊഴിച്ചു വിരാജിക്കും ഭഗവതി. വേദവ്യാസമുനി മഹാഭാരതമധ്യേ വിരചിച്ചു വിരാജിക്കും അക്ഷരദേവതേ ബോധപ്രകാശിനി. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഭുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. വേദവ്യാസമഹർഷേ വിശാലബുദ്ധേ നമസ്തേ. വിടർന്നു വിലസും പത്മദളലോചനാവിഭോ മഹാഭാരതമാം തൈലം നിറച്ചു ജ്ഞാനദീപം കൊളുത്തി വിശ്വമാകെ പ്രകാശിപ്പിച്ചതങ്ങല്ലയോ. പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയെ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ശരണം പണിയുന്നവർക്ക് കൽപ്പവൃക്ഷമായും ഒരു കയ്യിൽ ചമ്മട്ടിക്കോൽ പിടിച്ചും മറുകൈയിൽ ജ്ഞാനമുദ്ര ധരിച്ചും വിരാജിക്കുന്ന ഭഗവാനേ, ഗീതാമൃതം കറന്നവനേ, കൃഷ്ണ നമസ്തേ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സഃ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. ഉപനിഷത്തുക്കളെല്ലാം പശുക്കൾ, കൃഷ്ണൻ ഗോപാലനന്ദനൻ കറവക്കാരനും പാൽ ചുരത്തും പ്രേരകം പശുക്കിടാവർജുനൻ. പാൽ കുടിക്കുന്നതോ ശുദ്ധബുദ്ധികൾ, പാലോ അതിമഹത്താം ദിവ്യഗീതാമൃതം. വസുദേവസുതം ദേവം
കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. വന്ദനം വസുദേവപുത്രാ ദേവാ കംസചാണൂരമർദ്ദക ദേവകീ പരമാനന്ദമേ കൃഷ്ണ വിശ്വത്തിൻ ഗുരുവരനേ. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനീ കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവ. ഭീക്ഷ്മദ്രോണന്മാർ രണനദിക്കിരുകരകളും ജയദ്രഥൻ ജലവും ശകുനി നീരാമ്പലും ശല്യൻ സ്രാവും കൃപൻ പ്രവാഹശക്തിയും വൻതിരതൻ വേലിയേറ്റമായി കർണനും ഘോരമുതലകൾ അശ്വത്ഥാമാവും വികർണനും വൻചുഴിയായി ദുര്യോധനനും ഉണ്ടായിരുന്നെങ്കിലും പാണ്ഡവരായുദ്ധത്തിൻ ഘോരനദി കടന്നു കടത്തുകാരനായി കേശവനുണ്ടായിരുന്നതിനാൽ. പാരാശര്യവജസരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിനഃ ശ്രേയസേ. പരാശരപുത്രൻ വ്യാസന്റെ വാക്കുകളാം തടാകത്തിൽ വിരിഞ്ഞു ഭഗവത്ഗീതാസാരമാം ദീപ്ത സുഗന്ധം വഹിച്ചും അനേകം ഉപകഥകളാം കേസരങ്ങളോടെ ഹരികഥകൾ നന്നായി ബോധിപ്പിച്ചു വിലസിയും കലിജന്യ ദുഃഖ പാപനാശിനിയായി വിരാജിച്ചും സജ്ജനങ്ങളാം പണ്ടുകൾ ഹർഷമോടെ വീണ്ടും വീണ്ടും ആസ്വദിക്കും പങ്കജം നിർമ്മല മഹാഭാരതം പ്രശോഭിപ്പൂ ശ്രേയസ്സേകി നമ്മെ അനുഗ്രഹിക്കാൻ സദാ സർവദാ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. യാതൊരു ദേവന്റെ കൃപയാൽ മൂകൻ വാഗ്മിയാകുന്നുവോ മുടന്തനും വന്മല കയറാൻ പ്രാപ്തനാകുന്നുവോ പരമാനന്ദത്തിൻ ഉറവയാകുമാ മാധവനെ വന്ദിക്കുന്നു ഞാൻ. പരമാനന്ദത്തിൻ ഉറവയാകുമാ മാധവനെ വന്ദിക്കുന്നു ഞാൻ. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈഃ സ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ബ്രഹ്മാവും വരുണനും ഇന്ദ്രരുദ്രമരുത്തുക്കളും ദിവ്യസ്തോത്രങ്ങളാൽ ആരെ സ്തുതിക്കുന്നുവോ വേദാംഗങ്ങൾ പദക്രമങ്ങൾ ഉപനിഷത്തുകൾ എല്ലാം സമ്യക്കായി ചേർത്തു വേദമന്ത്രങ്ങളാൽ സാമഗായക വൃന്ദമാരെ പ്രകീർത്തിക്കുന്നുവോ യോഗനിഷ്ഠർ ധ്യാനദൃഷ്ടി ഉറപ്പിച്ചാരെ കാണുന്നുവോ ദേവാസുരഗണങ്ങൾ ആരുടെ മഹിമ അറിയുന്നില്ലയോ ആ ദേവദേവനായിതാ നമസ്കാരം എൻ വന്ദനം ആ ദേവദേവനായിതാ നമസ്കാരം എൻ വന്ദനം.
ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.